أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون صدق الله العلي العظيم. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്ത് യാസീൻ 55 മുതൽ 62 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. ഇതിനു തൊട്ടു മുമ്പ് സൂചിപ്പിച്ചത് അന്ത്യനാളിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അന്ത്യനാൾ ആഗതമാകുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഒരു 3 നേരത്തുള്ള അല്ലെങ്കിൽ 3 തരം ഊത്തിലൂടെ അള്ളാഹു അന്ത്യനാൾ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ അവസാനിപ്പിക്കുകയും ആദ്യത്തെ ഊത്തിലൂടെ മനുഷ്യർ വെപ്രാളപ്പെടുകയും രണ്ടാമത്തെ ഊത്തിൽ അവരെല്ലാവരും മരിച്ചു വീഴുകയും മൂന്നാമത്തെ ഊത്തിൽ എല്ലാവരും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നും ആ സന്ദർഭത്തിലുള്ള സത്യനിഷേധികളുടെ അവസ്ഥ അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ആയിരിക്കും, അവർക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്താണിത് എന്ന് സത്യവിശ്വാസികൾ അവരോട് പറയുകയും ചെയ്യും. അന്നേ ദിവസം ആരും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല എന്നിങ്ങനെയുള്ള സംഗതികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അതിന് തുടർച്ചയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത് സ്വർഗവാസികളുടെ അവസ്ഥ, പിന്നെ നരകവാസികളുടെ അവരോട് അള്ളാഹു പറയുന്ന ചില സംഗതികൾ, അതാണ് ഇത്രയും ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫി ശുഗ്ലിൻ ഫാക്കിഹൂൻ. അന്നേ ദിവസം ഈ സ്വർഗത്തിൻ്റെ ആളുകൾ അവർ ഫി ഷുഗ്ലിൻ ഫാക്കിഹൂൻ, അവർ പ്രത്യേകമായ ജോലികളിൽ ഏർപ്പെടും. ഫാക്കിഹൂൻ, അവർ സന്തോഷിച്ചുകൊണ്ട് ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് സ്വർഗവാസികൾ അവരുടേതായ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും, അവരുടേതായ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും ഫീ ളിലാലിൻ, തണലുകളിലായിരിക്കും. അലൽ അറായിക്ക് മുത്തക്കിഊൻ, ചാരുമഞ്ചങ്ങളിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും ഫീഹ ഫാക്കിഹത്തുൻ, അവർക്ക് ധാരാളം പഴങ്ങളുണ്ട്, സ്വാദിഷ്ടമായിട്ടുള്ള ഫലങ്ങളുണ്ട്. വലഹും മാ യദ്ദഊൻ, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവർക്കവിടെ ലഭിക്കും. ഒരുപാട് വിശിഷ്ട വിഭവങ്ങളും അവർക്കവിടെ ലഭിക്കും. സലാമുൻ, സർവോപരി ഒരു സമാധാനത്തിൻ്റെ ഖൗലൻ, സമാധാനം എന്നുള്ള വർത്തമാനം അവർക്ക് ലഭിക്കും. മിർ റബ്ബിർ റഹീം, കാരുണ്യനിധിയായിട്ടുള്ള കരുണാവാരിധിയായിട്ടുള്ള നാദങ്കിൽ നിന്നുള്ള ആശംസ, ആ ഒരു സമാധാനത്തിൻ്റെ വർത്തമാനം, അതാണ് അവർക്ക് അവിടെ ലഭിക്കുക. ഇത്രയും ആയത്തുകളിൽ സ്വർഗവാസികളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു വിരസത അനുഭവപ്പെടുന്ന സ്ഥലമല്ല, മറിച്ച് അവിടെ ഒരുപാട് ചെയ്യാനുണ്ടാവും, കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ടാവും. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇഹലോകത്തെ പോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളോ നമ്മെ പ്രയാസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളോ ആയിരിക്കില്ല, നമുക്ക് വിരസത തരുന്ന പ്രവർത്തനങ്ങളായിരിക്കില്ല, മറിച്ച് നമ്മെ ആനന്ദത്തിൽ ആറാടിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഫി ഷുഗ്ലിൻ ഫാക്കിഹൂൻ, അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫി ഷുഗ്ലിൻ ഫാക്കിഹൂൻ എന്ന് പറയുന്നത് ശരിക്കും ഫാക്കിഹ് എന്നതിൻ്റെ അർത്ഥം, ഫാക്കിഹത്ത് നമുക്കറിയാലോ, നല്ല ഒരു ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. പക്ഷെ ആ ഫ്രൂട്ട്സ്, ആ പഴം ഭക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഫാക്കിഹൂൻ എന്നത് പിന്നെ ഒരു ഇസ്മു ഫായിലായിട്ട് അല്ലെങ്കിൽ ഒരു കർത്തൃപ്രയോഗമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. തമാശ പറയാം, ഫലിതം പറയുന്നതിനും
ഫുക്കാഹത്ത് എന്ന അറബിയിൽ പറയാറുണ്ട്. കാരണം അതൊരു സന്തോഷം തരുന്ന ഒരു സംഗതിയാണല്ലോ, ഹ്യൂമർ. അപ്പോൾ ഇവിടെ സ്വർഗവാസികളുടെ അവസ്ഥ പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ജോലികളിൽ അവർ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്നവരാകുന്നു, അല്ലെങ്കിൽ അവർ ആനന്ദത്തിന് പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാകുന്നു സ്വർഗത്തിൽ. മാത്രമല്ല ഹും വസ്വാജുഹും ഫി ദലാലിൻ അലൽ അറായിക്ക് മുത്തക്കൂൻ, അവരും അവരുടെ ഇണകളും തണലുകളിലായിരിക്കും, അതുപോലെ തന്നെ ചാരുമഞ്ചങ്ങളിൽ അവർ ചാരിയിരിക്കും. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഉറക്കം എന്നുള്ളത് സ്വർഗത്തിലില്ല. കാരണം ഉറങ്ങുന്ന സന്ദർഭം എന്നുള്ളത് അത് ഈ ലോകത്താണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ഈ ലോകത്ത് നമുക്ക് വിശ്രമം ആവശ്യമാണ്. പിറ്റേ ദിവസം ജോലിക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കണമെങ്കിൽ എന്താണോ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾ അത് ചെയ്യണമെങ്കിൽ വിശ്രമം ആവശ്യമാണ്. പക്ഷെ സ്വർഗത്തിൻ്റെ അവസ്ഥ ഇഹലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ നമ്മൾ ജോലിയെടുക്കുക അല്ലെങ്കിൽ അധ്വാനിക്കുക എന്നുള്ള സംഗതികൾക്ക് പിന്നെ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ വിശ്രമത്തിൻ്റെയും ആവശ്യമില്ല. മുഴുവൻ ജീവിതവും തന്നെ വേണമെങ്കിൽ ഒരു വിശ്രമം എന്ന് പറയാവുന്ന അവസ്ഥയാണ് സ്വർഗത്തിലുള്ളത്. എല്ലാം ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആസ്വാദിതയുടെ അവസ്ഥകളാണ് സ്വർഗത്തിലുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് അവരും അവരുടെ ഇണകളും തണലുകളിലായിരിക്കും, ഷെയ്ഡുകളിലായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ചാരുമഞ്ചങ്ങളിൽ അവർ ചാരിയിരിക്കും. അവർക്ക് ഉറക്കം ആവശ്യമില്ലാത്ത രൂപത്തിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ അവർക്ക് ആസ്വാദ്യകരമായ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് പ്രത്യേകമായി നൽകുന്ന ഒരനുഗ്രഹമാണ്. ലഹും ഫീഹ ഫാക്കിഹത്തുൻ, അവർക്കവിടെ നല്ല ഫലങ്ങളുണ്ട്. വലഹും മയദ്ദവൻ, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്തും അവിടെ ലഭിക്കും. അപ്പോൾ ഒരാൾക്ക് ആ ഫീഹ എന്ന് പറയുന്നത് ശരിക്കും സ്വർഗത്തിലാണ് എന്നും പറയാം, അല്ലെങ്കിൽ ആ ഫീഹ അലൽ അറായിക്, ആ കൗച്ചിൽ, ആ ചാരുമഞ്ചങ്ങളിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടതില്ല വേറൊരു സ്ഥലത്തേക്കും. അവർ ആഗ്രഹിക്കുന്നത് അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരവസ്ഥ സ്വർഗത്തിലുണ്ട്. വലഹും മയദ്ദഊൻ, അവർ ആഗ്രഹിക്കുന്നത് അവരെവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് എത്തും. എഴുന്നേറ്റ് പോയി എടുക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത വണ്ണം അത്രത്തോളം ആസ്വാദ്യതയുടെ, ആഹ്ലാദത്തിൻ്റെ, ആഡംബരത്തിൻ്റെ ഒക്കെ ഒരു ഗേഹം തന്നെയാണ് സ്വർഗം. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഭൂമിയിലാണ് നമ്മൾ ഇത്തരം സംഗതികൾ, ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നമ്മളിത് വീക്ഷിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാകണം, ആ അർത്ഥത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത്. അതല്ലാതെ ഇത് സ്വർഗത്തിലെ ഏക പിന്നെ ഗുണം ഇത് മാത്രമാണ് എന്ന അർത്ഥത്തിലല്ല. ചില ആളുകൾ അത് അങ്ങനെ വിമർശിക്കാറുണ്ട്. സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരു മദ്യശാല, സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരശാല ആണ് എന്ന് യുക്തിവാദികളൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സ്വർഗത്തെ സത്യവിശ്വാസികൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഭൂമിയിൽ അവർക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഭൂമിയിൽ അവരുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു പിക്ചർ വരണം, ഒരു ചിത്രം അവർക്ക് ലഭിച്ചിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പദപ്രയോഗങ്ങളാണ് അള്ളാഹു നടത്തുക. അതിൻ്റെ അർത്ഥം സ്വർഗം അതുമാത്രമാണ് എന്നല്ല, മറിച്ച് നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ള, പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്, അത് നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ ഒക്കെ അപ്പുറത്താണ്. ഫീഹ മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് ഒമാ ഖതറ ബിബാലി ബശർ മിൻകും, ആ സ്വർഗത്തിൽ നിങ്ങൾ കാണാത്ത, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത അത്ര അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെ ഒരു കേന്ദ്രമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചെറിയ ഭാവനയിൽ അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അള്ളാഹു ഫലങ്ങളെക്കുറിച്ച് പറയുന്നു, തോട്ടങ്ങളെക്കുറിച്ച് പറയുന്നു, ഇണകളെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ അരുവികളെക്കുറിച്ച് പറയുന്നു, പാല്, തേൻ, വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ഇത്തരം മനുഷ്യന് ഭൂമിയിൽ നിന്നുകൊണ്ട് സങ്കല്പിക്കാൻ സാധിക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു ചിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ഒരു ചെറിയ ഭാവന നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് ലഭിക്കും. പക്ഷെ അതിലൊതുക്കരുത്, അതിൻ്റെ അപ്പുറത്തേക്കാണ് സ്വർഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലഹും മയദ്ദഊൻ, അവർ ആഗ്രഹിക്കുന്നത്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സർവോപരി പരമകാരുണികനായിട്ടുള്ള നാഥങ്കിൽ നിന്നുള്ള ഒരു ആശ്വാസത്തിൻ്റെ വചനം. അതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഒരു പാവപ്പെട്ടവൻ ആകട്ടെ, ഒരു പണക്കാരനാകട്ടെ, ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവനാകട്ടെ, അല്ലെങ്കിൽ പുറമെ സന്തോഷം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളൊക്കെ ആവട്ടെ, അവരെല്ലാവരും അന്തിമമായി ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പണം
പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന മനുഷ്യൻ്റെയും അന്തിമമായ ഒരു ലക്ഷ്യം ആ പണം കൊണ്ട് സമാധാനം നേടണം എന്നതായിരിക്കും. മറ്റ് സന്തോഷങ്ങളുടെ പിന്നാലെ പായുന്ന ആളുകളുടെ അന്തിമമായ ലക്ഷ്യവും എന്താണ്? സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നതാണ്. അതിനാണ് അവർ ഈ സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നത്. ആ സന്തോഷം അവർക്ക് സമാധാനം തരും എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് ഈ ഭൂമിയിൽ അന്തിമമായ ഒരു സമാധാനം, നിലനിൽക്കുന്ന ഒരു സമാധാനം, എപ്പോഴും സമാധാനിക്കുന്ന അവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ ജീവിതം, ഐഹിക ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സുഖ ദുഃഖ സമ്മിശ്രമാണ്. അതിൽ സുഖങ്ങളുണ്ടാകും, കുറച്ചൊക്കെ ദുഃഖങ്ങളുണ്ടാവും. അതിലേറെ ഒരു പക്ഷേ ചിലർക്ക് തിരിച്ചാകാം, ചിലർക്ക് ഒരുപാട് സന്തോഷങ്ങളും ചെറിയ ദുഃഖങ്ങളും ആകാം. പക്ഷെ എന്തോ ഒരർത്ഥത്തിൽ മനുഷ്യൻ സമാധാനക്കേട് ഈ ഭൂമിയിൽ അനുഭവിച്ചിരിക്കും, ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ. പക്ഷെ പരലോകത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടുത്തെ ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പരിപൂർണമായ സമാധാനത്തിലായിരിക്കും. അത് അള്ളാഹു നേരിട്ട് ഉറപ്പാക്കും. അതുകൊണ്ടാണ് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ആ സലാം എന്നുള്ളത് പരമകാരുണികനായ റബ്ബിൻ്റെ ഒരു ആശ്വാസവചനമാണ്. അവനത് പറയുന്നതോടുകൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും മേലെ അത് നിലകൊള്ളും, ഈ സമാധാനം എന്ന് പറയുന്നത്. വംതാജുൽ യൗമ അയ്യുഹൽ മുജ്രിമുൻ, അല്ലയോ കുറ്റവാളികളെ നിങ്ങൾ ഇന്ന് മാറി നിൽക്കുക. അപ്പോൾ സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ കുറ്റവാളികളായ അല്ലെങ്കിൽ നരകത്തിന് അർഹരായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയണം. അവരോട് അള്ളാഹു പറയും, വംതാസ്, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ. ഈ മാറി നിൽക്കൂ എന്നത് രണ്ടർത്ഥത്തിലാകും. ഒന്ന്, നിങ്ങൾ സ്വർഗവാസികളുടെ ആ കൂട്ടത്തിലല്ല പെടുക, നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു പക്ഷേ ഭൂമിയിൽ ബന്ധുക്കളായിരുന്നിരിക്കാം, അടുത്ത ബന്ധുക്കളായിരുന്നിരിക്കാം, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും, ചിലപ്പോൾ മാതാപിതാക്കളും മക്കളും, അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ ഇവിടെ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് മാത്രം പ്രതിഫലം ലഭിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വർഗത്തിന് അർഹമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ആ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കണം. ഒരർത്ഥം അതാകാം. രണ്ടാമതൊരർത്ഥം, നിങ്ങൾ ഭൂമിയിൽ പല തിന്മകളൊക്കെ പ്രവർത്തിക്കാൻ കാരണം നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ സംഘടനകൾ, ഒരു പക്ഷെ നിങ്ങളുടെ ഐഡിയോളജികൾ, നിങ്ങൾ ഉൾപ്പെട്ടിരുന്ന പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകൾ, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് അത്തരം ഗ്രൂപ്പുകളോ അത്തരം നേതാക്കളോ അത്തരം സംഘടനകളോ അത്തരം ഐഡിയോളജികളോ ഒന്നും ബാധകമല്ല. നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. എല്ലാവരും വ്യതിരിക്തരായി നിൽക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തനങ്ങൾക്കാണ് സമാധാനം പറയേണ്ട അവസ്ഥ. ആരും മറ്റാരുടെയും പ്രവർത്തനത്തെ ഏറ്റെടുക്കുകയില്ല. ഒരു നേതാവും അനുയായിയുടെ പ്രവർത്തനത്തെയോ ഒരു അനുയായും നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തെയോ ഏറ്റെടുക്കുന്നില്ല. നിങ്ങൾ മാറി നിൽക്കണം. അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലയോ? ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായ ഉപദേശം നൽകിയില്ലായിരുന്നുവോ? അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിന് വഴിപ്പെട്ടു പോകരുത്, പിശാചിന് ഇബാദത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലയോ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്നതും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചിരുന്ന സംഗതി അല്ലയോ എന്നതാണ്. അപ്പോൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത്, ഇത് അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളോടുള്ള, മനുഷ്യരോടുള്ള ഒരു ഉപദേശമാണ്. ഇവിടെ യാ ബനി ആദം എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യ സമൂഹമേ, ആദം സന്തതികളെ, നിങ്ങൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ? പിശാചിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിശാചിനെ അനുസരിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. കാരണം പിശാചിനാരും ഒരു പൂജ നിർവഹിക്കാറില്ല, പിശാചിനാരും മറ്റു വഴിപാടുകൾ അർപ്പിക്കാറില്ല, ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാകർമ്മങ്ങൾ അർപ്പിക്കാറില്ല. ഇപ്പം അങ്ങനത്തെ ചില കൾട്ടുകളെല്ലാം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷെ അത് വളരെ അപൂർവം ആളുകൾ ചെയ്യുന്നതാണ്. ഇത് മൊത്തം മനുഷ്യരെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു. അതായത് ഭൂരിഭാഗം മനുഷ്യരും അള്ളാഹുവിനെ അനുസരിക്കാത്ത ഒരു അവസ്ഥയാണെന്ന് പരലോകത്ത് വെളിവാവുക. ആ ഒരു സന്ദർഭത്തിൽ ഈ മൊത്തം മനുഷ്യരായിട്ടുള്ള ആളുകളെ വിളിച്ചിട്ടൊക്കെ അള്ളാഹു ചോദിക്കണം, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ നിങ്ങൾ പിശാചിനെ അനുസരിക്കരുത്? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവനാണ് നിങ്ങളുടെ തെളിഞ്ഞ ശത്രു. അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യന് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അത് മറ്റ് മനുഷ്യരല്ല, മറ്റ് രാജ്യങ്ങളല്ല, മറ്റ് പ്രസ്ഥാനങ്ങളോ മറ്റ് സംഘടനകളോ ഗ്രൂപ്പുകളോ വിഭാഗങ്ങളോ ഒന്നുമല്ല. മറിച്ച് മനുഷ്യവംശത്തിൻ്റെ മൊത്തം ശത്രു പിശാചാണ്. ആ പിശാച് അവന് വഴിപ്പെടാൻ വേണ്ടി അവൻ പലതരത്തിലുള്ള
ഉപദേശങ്ങൾ, ദുർബോധനങ്ങൾ മനുഷ്യന് നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അതിന് വഴിപ്പെടുന്നതോടുകൂടി അവൻ പിശാചിന് ഇബാദത്ത് ചെയ്യുന്നവനായി മാറുന്നു, പിശാചിനെ അനുസരിക്കുന്നവനായി മാറുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിലക്കിയിട്ടുള്ള സംഗതി. വ അനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. അതോടൊപ്പം നിങ്ങൾ എനിക്ക് വഴിപ്പെടണം, എന്നെ അനുസരിക്കണം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗം, ഇതാണ് ചൊവ്വായ മാർഗം. അപ്പം നിങ്ങൾ പിശാചിനെ അനുസരിക്കുന്നതിൽ നിന്ന് മാറി, പിശാചിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറി, എൻ്റെ വചനങ്ങളെ കേൾക്കുകയും അതിനെ കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതനുസരിച്ച് ഈ ഭൂമിയിലെ ജീവിതം നിങ്ങൾ നയിക്കുകയും ചെയ്യണം. ഇതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്ന സംഗതി. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. അവൻ, ആ പിശാച്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് വലിയൊരു വിഭാഗത്തെ, ജിബില്ല് എന്ന് പറഞ്ഞാൽ ഒരു മാസീവ് സെക്ഷൻ, ഒരു വലിയ വിഭാഗത്തെ അവൻ വഴിതെറ്റിച്ച് കളഞ്ഞു. അഫലം തകൂനു തഅഖിലൂൻ. നിങ്ങൾ എന്തുകൊണ്ട് ബുദ്ധി പ്രയോഗിച്ചിരുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിരുന്നില്ല? ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് മാറി നടക്കാനുള്ള ഏക വഴി അവന്റെ ബുദ്ധി പ്രയോഗിക്കുക എന്നുള്ളതാണ്. ഈ ബുദ്ധി പ്രയോഗിക്കാനുള്ള ശക്തി അള്ളാഹു എല്ലാ മനുഷ്യർക്കും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ പറ്റില്ല, അള്ളാഹുവെ, ഞാൻ പിശാച് എന്നെ വഴിതെറ്റിച്ചപ്പോൾ ഞാൻ ആ വഴിയിൽ വീണുപോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ബുദ്ധി അള്ളാഹു എല്ലാവർക്കും ഒരേപോലെ നൽകിയിരിക്കുന്നു. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ യഥാർത്ഥ സന്മാർഗത്തെ കണ്ടെത്താൻ അവൻ ബാധ്യസ്ഥനാണ്. തൻ്റെ നാഥനെ കണ്ടെത്താൻ അവൻ ബാധ്യസ്ഥനാണ്. അള്ളാഹുവിനെ കണ്ടെത്താൻ അവൻ ബാധ്യസ്ഥനാണ്. അത് ഉപയോഗിക്കാതെ, ബുദ്ധി പ്രയോഗിക്കാതെ പിശാച് എന്താണോ നമ്മളോട് കൽപ്പിക്കുന്നത്, ആ കൽപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ നടന്നാൽ അവിടെ പിശാചിനെ ഇബാദത്ത് ചെയ്തവനായി, പിശാചിനെ അനുസരിച്ചവനായി മാറുകയും അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതനായിട്ട് അയാൾ മാറുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുക. ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്നത് പലപ്പോഴും പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റാനായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സ്, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. മറ്റുള്ള കൂട്ടുകാരെ ഒരു പക്ഷെ നമ്മളോട് ആവശ്യപ്പെടുന്നത് പിശാചിനെ പിൻപറ്റാനായിരിക്കും. അവിടെയും ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. നമ്മുടെ നേതൃത്വം ഒരു പക്ഷെ പലപ്പോഴും ചില നേതൃത്വങ്ങൾ, മനുഷ്യ സമൂഹത്തിൻ്റെ ചില നേതൃത്വങ്ങൾ ആവശ്യപ്പെടുന്നത് പിശാചിനെ അനുസരിക്കാനായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരുപാട് ഒരു നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന, അത് കൽപ്പിക്കുന്ന നേതൃത്വം. അങ്ങനെ പലതും, ഒരുപാട് തോന്നിയാസം ചെയ്യാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ, മറ്റു മനുഷ്യരെ അകറ്റാൻ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ അത്തരം പ്രത്യയശാസ്ത്രം, അതൊരു പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച നേതൃത്വം, അവരൊക്കെ അനുയായികളെ വ്യക്തമായി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിശാചിൻ്റെ പാതയിലൂടെ നടക്കാനാണ്. അപ്പം അതിനെയൊക്കെ മറികടന്ന് പിശാചിൻ്റെ ആ കുബുദ്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്കാണ് നാളെ പരലോകത്ത് അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗം ലഭിക്കുക. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ മാറി നിൽക്കാൻ പറയും. അവരുടെ ശിക്ഷയെക്കുറിച്ചാണ് ഇനിയുള്ള തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.